ആദ്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. ശ്രീ രാജു പി നായർ, പാർലമെന്റിൽ ഇപ്പോൾ 16 ദിവസത്തേക്കെങ്കിലും ഈ അവധി ഒഴിവാക്കി കഴിഞ്ഞാൽ 16 ദിവസമെങ്കിലും പാർലമെന്റ് സമ്മേളിച്ചിട്ടുണ്ട്. ഇതുവരെ പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രിയും എത്തിയിട്ടില്ല, ആഭ്യന്തരമന്ത്രിയും എത്തിയിട്ടില്ല. ഇത് പ്രതിപക്ഷത്തെ ഭയന്നാണോ അതോ ജനത്തെ ഭയന്നാണോ? എന്താണ് കരുതുന്നത്? അല്ല, ഇവര് ജനങ്ങളെയും പ്രതിപക്ഷത്തെയും ഭയക്കുന്നു എന്നുള്ളൊരു വാദം എനിക്കില്ല. കാരണം അത്തരത്തിൽ ജനങ്ങളെയും ജനാധിപത്യത്തെയും പ്രതിപക്ഷത്തെയും ഒക്കെ ഭയക്കുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റായിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഭയക്കുന്ന അവരാണെങ്കിൽ ഇത്രമാത്രം ജനവിരുദ്ധമായ നിലപാട് എടുക്കില്ലായിരുന്നു. അപ്പം ഇത് ഭയമല്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറഞ്ഞതിലേക്ക് ഈ സർക്കാരിന് എത്തിപ്പെടേണ്ടത് ബി ജെ പിയുടെ നേതാക്കന്മാരായിട്ടുള്ള പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെയും ദുരഭിമാനത്തെ വല്ലാതെ വല്ലാതെ മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ്. ഈ ഏകാധിപതികൾക്ക് അത്തരത്തിലുള്ള പരാജയം നേരിട്ടാൽ അവർ ഭ്രാന്തമായ മനസ്സായി മാറും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, നമ്മൾ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഏകാധിപതികളുടെയൊക്കെ സ്വഭാവവിശേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒളിച്ചോടും. അങ്ങനെ ഒളിച്ചോടിപ്പോയി ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏകാധിപതികളുടെ രീതി. അതേ രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിന്റെ കോംപ്ലക്സിനകത്ത് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങുകൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടും പാർലമെന്റ് സെഷനിലേക്ക് വന്ന് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക്, പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറല്ല എന്നുള്ളത് ജനാധിപത്യത്തെ എത്രമാത്രം അവഹേളിക്കുന്നതാണെന്നും ഈ ജനാധിപത്യത്തെ തെല്ലും ഞങ്ങൾ വകവയ്ക്കുന്നില്ല എന്നുള്ള. കാരണം ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു ചർച്ചയ്ക്ക് വന്നാൽ ചിലപ്പോൾ ഒളിച്ചോടി പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒളിച്ചോടി പോകാൻ വരുന്ന, അല്ലെങ്കിൽ ഒരു വാക്കിന്റെ വൈദഗ്ധ്യമൊന്നും ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. ഇപ്പം നരേന്ദ്രമോദി ആ ഉന്നയിക്കപ്പെടുന്ന ജനങ്ങളുടെ വിഷയങ്ങളിൽ പെടാതെ ചരിത്രത്തിലേക്കും നെഹ്റുവിലേക്കും അല്ലെങ്കിൽ മറ്റേതിലേക്കൊക്കെ പോയി അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളും പ്രകോപനങ്ങളും സൃഷ്ടിച്ച് ആ തരത്തിൽ നിന്ന് മാറാനും അതിനുശേഷം അത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിനെതിരെ ആക്രമണം നടത്തിയെന്ന് പ്രചരിപ്പിക്കാനൊക്കെ കഴിവുള്ള സംഘടനാ സംവിധാനവും ഒരു എന്താ പറയുക പ്രൊപ്പഗാൻഡ മെഷീനറിയൊക്കെ ഉള്ള പാർട്ടിയാണ് ബി ജെ പി. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ദുരഭിമാനത്തിന് ഏറ്റവും മുറിവും, രണ്ട്, ഈ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളെയും പാർലമെന്ററി സിസ്റ്റത്തെ ഒന്നും ഞങ്ങൾക്ക് യാതൊരു വിലയുമില്ല, പുല്ലുവില പോലും ഞങ്ങൾക്കില്ല എന്ന് തെളിയിക്കുന്നതിന് തുല്യമാണ്. ജനങ്ങൾ, ഈ കുട്ടികൾ സമരം, ഞാൻ ചോദിക്കട്ടെ, ഇത് കേവലം പ്രതിപക്ഷത്തിന്റെ പ്രശ്നമാണോ? ഈ പേപ്പർ ചോർച്ചയുമായിട്ടുണ്ടായ വിവാദത്തിൽ അല്ലെങ്കിൽ പേപ്പർ ചോർച്ച ഉണ്ടായതുകൊണ്ട് രാജ്യത്തെ ഏകദേശം 8.5 കോടി വിദ്യാർത്ഥികളാണ് ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ബാധിച്ചിട്ടുള്ളത്. ആ 8.5 കോടി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ നേതൃത്വം, ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് എന്താണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നിലപാട്, അതിൽ എങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാമെന്നുള്ള ചോദ്യം അവരുടെ മുന്നിൽ നിൽക്കുകയല്ലേ. ഇത്രമാത്രം വലിയൊരു തലമുറയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ, ഈ രാജ്യത്തിന്റെ അടുത്ത തലമുറയെ വന്ധ്യംകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനത്തിനും ഈ പ്രയത്നത്തിനൊന്നും യാതൊരു വിലയും കിട്ടാതെ അവരുടെ ഭാവിയെ തന്നെ തുലാസിലാക്കുന്ന നടപടിയെടുക്കുന്ന ഈ സർക്കാരിൽ നിന്ന് എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് ഉറ്റുനോക്കുന്ന ഒരു ജനതയോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നുള്ള നിലപാടെടുക്കുന്നത് ശരിയാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ന് പറയുന്നു, അതിന് പാർലമെന്റിനെ മുഴുവനായിട്ട് അത് റദ്ദ് ചെയ്യുക, പാർലമെന്റ് വെറും ഏതാണ്ടൊക്കെ ബിസിനസ് നടക്കാനുള്ള സ്ഥലം മാത്രമാണ്, അല്ലാതെ ഞങ്ങൾ ഇതിനകത്തൊന്നും അക്കൗണ്ടബിൾ അല്ല എന്നുള്ള ഒരു ധ്വനിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ വിഷയങ്ങളിൽ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഈ പരീക്ഷാ പേപ്പർ ലീക്ക്, അവരുടെ സമരത്തിനെതിരായിട്ട് നടന്ന ആക്രമണം, അതുപോലെ തന്നെ അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ള ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ഇവർ മറുപടിയായിട്ട് പറയേണ്ടതുണ്ട്. ജനങ്ങൾ ഈ നേരത്തെ സ്മൃതി ചോദിച്ച ചോദ്യം, ഈ കുട്ടികൾക്കെതിരെ നടന്ന പോലീസിന്റെ അതിക്രമം അത് ആഭ്യന്തരമന്ത്രിയുടെ അറിവോടുകൂടിയാണോ? തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. കാരണം ഡൽഹി പോലീസ് നേരിട്ട് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവിടെ RAFന്റെ കയ്യിലിരിക്കുന്ന പ്രത്യേക അനുമതിയോട് മാത്രം ഉപയോഗിക്കേണ്ട, കാശ്മീരിൽ പലപ്പോഴും തീവ്രവാദികൾക്കെതിരെയോ അതല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ തദ്ദേശീയരായിട്ട് ഉള്ളവർ ഒരു ആക്രമണത്തിലേക്ക് പോകുമ്പോൾ മാനുഷിക വിരുദ്ധമായി ഉപയോഗിക്കുന്ന പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി കൊടുത്തത് ആരാണ് എന്നുള്ള ചോദ്യം ഈ രാജ്യത്ത് നിലനിൽക്കുകയല്ലേ. അതിനെ സംബന്ധിച്ച് ഡൽഹി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കപ്പെട്ടു സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ഒരു സമാധാനപരമായിട്ടുള്ള പ്രക്ഷോഭത്തെ നേരിടുന്നതിനു വേണ്ടി ലാത്തിയിൽ ആണിയടിച്ചു വന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. കാരണം അതെല്ലാം മറുപടി പറഞ്ഞാൽ ഒരു സമാധാനപരമായ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഗൂഢാലോചന നടത്തിയത് ഈ രാജ്യത്തെ സർക്കാർ തന്നെയാണ്, ഭരണകൂടം തന്നെയാണ്, പോലീസ് തന്നെയാണ് എന്ന് സ്ഥാപിക്കപ്പെടും. ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതുകൊണ്ട് അവർക്ക് ഒരു കൺവീനിയൻസിന് വേണ്ടി വരാതിരിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും പാർലമെന്ററി ഡെമോക്രസിയെ മുഴുവനായിട്ട് അപകീർത്തിപ്പെടുത്തുന്ന, അണ്ടർമൈൻ ചെയ്യുന്ന ഒരു നടപടിയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.